നമസ്കാരം. ആസാദി വാർത്തയുടെ നൈറ്റ് എഡിഷയ്ക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വിശേഷങ്ങൾ. രാജ്യം പണിമുടക്കിലേക്ക്, കേരളവും നിശ്ചലമാകും, അവശ്യ സർവീസുകളെ ഒഴിവാക്കി. കുരച്ചുചാടി തെരുവ് നായ്ക്കൾ, ചിലമ്പൊലിയും അട്ടഹാസവുമായി നേരിട്ട് തെയ്യം. 125 കോടി രൂപയുടെ വാർഷിക പദ്ധതികളുമായി കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് ഗ്രാമസഭാ യോഗം. അന്തിമ വോട്ടർ പട്ടിക 21-ന് പ്രസിദ്ധീകരിക്കും. ഹിയറിംഗ് നടപടികൾ പൂർത്തിയാകുന്നു. ദീപകിന്റെ ആത്മഹത്യ, ഷിംജിതയ്ക്ക് ജാമ്യം, 22 ദിവസത്തെ ജയിൽവാസത്തിനു ശേഷം പുറത്തേക്ക്. സ്ത്രീ സുരക്ഷാ പദ്ധതിക്ക് തുടക്കം, 12 ലക്ഷത്തിലധികം സ്ത്രീകൾക്കും ട്രാൻസ് വുമണുകൾക്കും ആനുകൂല്യം ലഭിക്കുമെന്ന് മുഖ്യമന്ത്രി. സതീശന് മുന്നേ പ്രസംഗിക്കാൻ വിളിച്ചില്ല, DCC സെക്രട്ടറിയോട് കയർത്ത് ഷാഫി. ഉന്തും തള്ളും. വിശദമായ വാർത്തകളിലേക്ക് പോകാം. കുരച്ചുചാടി തെരുവ് നായ്ക്കൾ, ചിലമ്പൊലിയും അട്ടഹാസവുമായി നേരിട്ട് തെയ്യം. കണ്ണൂർ നടുവിലാണ് ഈ കാഴ്ച. തെയ്യക്കോലത്തിന് നേരെ കുരച്ചുചാടി തെരുവ് നായ്ക്കൾ. കഴിഞ്ഞ ദിവസം പുലർച്ചെ ആചാരത്തിന്റെ ഭാഗമായി പെരുവാറ്റിന് ഇറങ്ങിയ തെയ്യത്തിന് നേരെയാണ് തെരുവ് നായ്ക്കൂട്ടം കുരച്ചുചാടിയത്. നടുവിൽ ബാലവാടിക്ക് സമീപമായിരുന്നു സംഭവം. തെയ്യം കെട്ടിയാടിയ സ്ഥലത്ത് നിന്നും അകമ്പടികളിൽ നടന്നു പോകുമ്പോൾ 3 തെരുവ് നായ്ക്കൾ അപ്രതീക്ഷിതമായി ചീറിയെടുക്കുകയായിരുന്നു. ഉടൻ തന്നെ തെയ്യക്കോലം അട്ടഹാസവും ചിലമ്പൊലിയുമായി നേരിട്ടതോടെ നായ്ക്കൂട്ടം തിരിഞ്ഞോടി. സംഭവത്തിൻ്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. തളിപ്പറമ്പ് ബാറിലെ അഭിഭാഷകനായ അഡ്വക്കേറ്റ് AP കണ്ണൻ ജന്മാവകാശമായി തുടരുന്ന ദേവസ്ഥാനത്ത് ഇത്തവണ അദ്ദേഹത്തിൻ്റെ മകൻ ആദിത്യനാഥ് ആണ് കോലമണിഞ്ഞത്. തൃക്കരിപ്പൂർ എഞ്ചിനീയറിംഗ് കോളേജിലെ 5ാം സെമസ്റ്റർ വിദ്യാർത്ഥിയാണ്. അധ്യാപികയായ രഞ്ജിനിയാണ് അമ്മ. രാജ്യം പണിമുടക്കിലേക്ക്. തൊഴിൽ കോഡ് ഉൾപ്പെടെയുള്ള മോദി സർക്കാരിൻ്റെ തൊഴിലാളി ദ്രോഹ കോർപ്പറേറ്റ് അനുകൂല നയങ്ങൾക്കെതിരെ അഖിലേന്ത്യാ പണിമുടക്ക് ഉടൻ ആരംഭിക്കുകയാണ്. CITU ഉൾപ്പെടെ കേന്ദ്ര ട്രേഡ് യൂണിയനുകളുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന പണിമുടക്കിൽ കർഷക തൊഴിലാളി ബഹുജന സംഘടനകളും ഐക്യദാർഢ്യവുമായി അണിനിരക്കും. ബാങ്ക്, ഇൻഷുറൻസ്, കൽക്കരി, വൈദ്യുതി, പ്രതിരോധ മേഖലയിലെ ജീവനക്കാർ, കേന്ദ്ര സംസ്ഥാന സർക്കാർ ജീവനക്കാർ എന്നിവരും ഭാഗമാവുന്നതോടെ കേന്ദ്ര സർക്കാരിനുള്ള താക്കീതായി പണിമുടക്ക് മാറും. CPM അടക്കമുള്ള ഇടതുപക്ഷ പാർട്ടികളും മറ്റ് പ്രതിപക്ഷ പാർട്ടികളും പണിമുടക്കിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പണിമുടക്കിൽ കേരളത്തിലെ വ്യവസായിക, കാർഷിക, വാണിജ്യ, വ്യാപാര മേഖലകൾ നിശ്ചലമാകും. കട കമ്പോളങ്ങൾ അടയും. വാഹനങ്ങൾ നിരത്തിലിറങ്ങില്ല. മഹിളാ, വിദ്യാർത്ഥി, യുവജന സംഘടനകളും പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കും. വ്യാഴാഴ്ച 650 കേന്ദ്രങ്ങളിൽ പ്രതിഷേധ റാലികളും യോഗങ്ങളും സംഘടിപ്പിക്കും. ജില്ലാ ഏരിയ കേന്ദ്രങ്ങളിൽ ഉച്ചവരെ നീളുന്ന യോഗങ്ങളുണ്ടാകും. ഷോപ്പിംഗ് മാളുകളും സ്പെഷ്യൽ എക്കണോമിക് സോണുകളും സ്തംഭിക്കും. പാൽ, പത്രം, ആശുപത്രി, മരുന്ന് കടകൾ, ഫയർ ആൻഡ് റെസ്ക്യൂ, ആംബുലൻസ് അടക്കം അവശ്യ സർവീസ് ഒഴിച്ച് മറ്റെല്ലാ മേഖലയിലും തൊഴിലാളികൾ പണിമുടക്കിൽ പങ്കെടുക്കും. ജനവിരുദ്ധ കേന്ദ്ര ബജറ്റും US-ന് കീഴ്പ്പെട്ട കേന്ദ്ര സർക്കാർ ഒപ്പിട്ട് വ്യാപാര കരാറും വലിയ പ്രതിഷേധത്തിനിടയാക്കിയ ഘട്ടത്തിലാണ് പണിമുടക്ക്. CITU 1000 കേന്ദ്രങ്ങളിൽ 1000 പേരെ അണിനിരത്തി പ്രതിഷേധം സംഘടിപ്പിക്കും. തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിയടക്കം ചോദ്യം ചെയ്ത് കർഷക തൊഴിലാളികളും പണിമുടക്കും. കഴിഞ്ഞ ജൂലൈയിൽ നടന്ന പണിമുടക്കിൽ 25 കോടിയിലധികം തൊഴിലാളികളാണ് അണിനിരന്നത്. ഇത്തവണ അതിനെ മറികടക്കുന്ന പങ്കാളിത്തം ഉണ്ടാകുമെന്ന് നേതാക്കൾ ചൂണ്ടിക്കാട്ടി. വൈദ്യുതി വിത്ത് ഭേദഗതി വിധികൾ, ഇൻഷുറൻസ് മേഖലയിൽ 100% FCI, ആണവോർജ മേഖലയുടെ സ്വകാര്യവൽക്കരണം പിൻവലിക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങളും പണിമുടക്കിൽ ഉയർത്തും. CITU, AITUC, INTUC, HMS, AIUTUC, TUCC, സേവ, AICTU, NFE, UTUC എന്നീ കേന്ദ്ര ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിലാണ് പണിമുടക്ക്. VMS പണിമുടക്കിനൊപ്പമില്ല. IMDC സംയുക്ത സമരസമിതിയുടെ ഭാഗമാണെങ്കിലും രാഷ്ട്രീയ കാരണങ്ങളാൽ കേരളത്തിൽ യോജിച്ച പ്രതിഷേധത്തിനില്ല. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന UDF ജാഥയിൽ ആദ്യം പ്രസംഗിക്കാൻ ക്ഷണിക്കാത്തതിൽ അരിശം പൂണ്ട് അധ്യക്ഷൻ്റെ കഴുത്തിന് പിടിച്ച് ഷാഫി പറമ്പിൽ പ്രതിഷേധിച്ച് വേദിയിൽ നിന്നിറങ്ങി പോകാൻ ശ്രമിച്ചു. ഷാഫിയെ നേതാക്കൾ ഇടപെട്ട് പിടിച്ചു നിർത്തി. സതീശ് ശേഷം വിളിച്ചപ്പോൾ ഒറ്റ വരിയിൽ പ്രസംഗം അവസാനിപ്പിച്ച് മടങ്ങുകയും ചെയ്തു. ജാഥ കുറ്റ്യാടിയിലെത്തിയപ്പോഴാണ് നാടകീയ സംഭവങ്ങൾ
അധ്യക്ഷനായിരുന്ന DCC സെക്രട്ടറി പ്രമോദ് കക്കട്ടിൽ സതീശൻ എത്തിയതോടെ അദ്ദേഹത്തെ പ്രസംഗിക്കാനായി വിളിച്ചു. സംസാരിക്കാൻ തയ്യാറായി മൈക്കിനടുത്തേക്ക് എത്തിയ ഷാഫി ഇതോടെ രോഷാകുലനായി. താനായതിൻ്റെ സംസാരിക്കേണ്ടിയിരുന്നത് എന്ന് പറഞ്ഞ് അധ്യക്ഷന് തള്ളിമാറ്റി. പാറയ്ക്കൽ അബ്ദുള്ളയും DCC പ്രസിഡന്റ് പ്രവീൺ കുമാർ അടക്കമുള്ള നേതാക്കൾ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും ഷാഫി വേദിയിൽ നിന്നിറങ്ങി പോകാൻ ശ്രമിച്ചു. നേതാക്കൾ ഇടപെട്ട് അനുനയിപ്പിച്ചാണ് സതീശൻ്റെ പ്രസംഗം കഴിയും വരെ ഷാഫിയെ വേദിയിൽ പിടിച്ച് നിർത്തിയത്. ഇനി താൻ പ്രസംഗിക്കാനില്ലെന്ന് പ്രഖ്യാപിച്ച ഷാഫി അധ്യക്ഷൻ്റെ കഴുത്തിൽ കുത്തിപ്പിടിച്ച് നിർത്തുക ചെയ്തു. പിടുത്തം വെടിവെപ്പിച്ച് മൈക്കിനരികിലെത്തിയ പ്രമോദ് കക്കട്ടൽ ഷാഫിയെ ക്ഷണിച്ചു. താൻ സംസാരിക്കുന്ന ഇല്ലെന്ന് പറഞ്ഞ് തുടങ്ങിയ ഷാഫി ഒറ്റവരിയിൽ പ്രസംഗം അവസാനിപ്പിച്ചു. സതീശന് മുമ്പായി സംസാരിക്കണമെന്നായിരുന്നു ഷാഫിയുടെ മനസ്സിലിരിപ്പ്. ജാഥ ക്യാപ്റ്റൻ്റെ പ്രസംഗം കഴിഞ്ഞാൽ ആളുകൾ പിരിഞ്ഞു പോകുമെന്നോ കുറഞ്ഞ ആളുകളോട് സംസാരിക്കാനില്ല എന്നുമായിരുന്നു ഷാഫിയുടെ നിലപാട്. സ്ത്രീ സുരക്ഷാ പദ്ധതിക്ക് തുടക്കം. 10 ലക്ഷത്തിലധികം സ്ത്രീകൾക്കും ട്രാൻസ്ഫോണുകൾക്കും ആനുകൂല്യം ലഭിക്കുമെന്ന് മുഖ്യമന്ത്രി. കേരളം ലിംഗസമത്വത്തിലേക്ക് നടത്തുന്ന യാത്രയിലെ സുപ്രധാനമായ ഒരു നാഴികക്കല്ലാണ് സ്ത്രീ സുരക്ഷാ പദ്ധതി എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സ്ത്രീകൾക്ക് ഭയരഹിതമായി ജീവിക്കാനും തങ്ങളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാനുമുള്ള സാഹചര്യം ഒരുക്കിയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു. തിരുവനന്തപുരത്ത് സ്ത്രീ സുരക്ഷാ പദ്ധതി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്ത്രീകളോടൊപ്പം തന്നെ ട്രാൻസ്ഫോണുകൾക്കും ഈ പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കും. ഒന്നാം ഘട്ടത്തിൽ 10,18,390 പേർക്കാണ് ആനുകൂല്യം ലഭ്യമാകുന്നത്. സാമ്പത്തിക പരാശ്രയത്വം സ്ത്രീകളെ വീടിനകത്ത് പോലും നിശബ്ദരാക്കുന്ന സാഹചര്യം ഒഴിവാക്കണമെന്നും ആരോടും കൈനീട്ടാതെ തലയുയർത്തി ജീവിക്കാൻ അവർക്ക് കഴിയണമെന്നും മുഖ്യമന്ത്രി ഊന്നിപ്പറഞ്ഞു. നവോത്ഥാന പ്രസ്ഥാനങ്ങളും 1957 EMS സർക്കാരിന്റെ പരിഷ്കാരങ്ങളുമാണ് കേരള മോഡൽ വികസനത്തിന് അടിത്തറയിട്ടത്. ഇതിനെ തുടർച്ചയാണ് ഡിഗ്രി കോഴ്സുകൾ സൗജന്യമാക്കുമെന്ന ബജറ്റ് പ്രഖ്യാപനം മുഖ്യമന്ത്രി വ്യക്തമാക്കി. ലോകത്താദ്യമായി ഓരോ വകുപ്പിന്റെയും പദ്ധതി വിഹിതത്തിൽ സ്ത്രീകൾക്കായി പ്രത്യേക തുക മാറ്റിവെക്കുന്ന ജെൻഡർ ബജറ്റിംഗ് നടപ്പിലാക്കിയത് കേരളമാണ്. ഇന്ന് ബജറ്റിന്റെ വലിയൊരു വിഹിതം സ്ത്രീകൾക്കായി മാറ്റിവെക്കപ്പെടുന്നു. കുടുംബശ്രീയും അയൽക്കൂട്ടങ്ങളും ഇന്ന് സ്ത്രീകളുടെ രാഷ്ട്രീയവും സാമൂഹികമായ വളർച്ചയുടെ പ്രഭവ കേന്ദ്രങ്ങളായി മാറിയിരിക്കുകയാണെന്നും മുഖ്യമന്ത്രി തന്റെ പ്രസംഗത്തിൽ ചൂണ്ടിക്കാട്ടി. അർഹരായ സ്ത്രീകൾക്ക് പ്രതിമാസം 1000 രൂപ വീതമാണ് ഈ പദ്ധതിയുടെ ധനസഹായം ലഭിക്കുന്നത്. 125 കോടി രൂപയുടെ വാർഷിക പദ്ധതികളുമായി കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് ഗ്രാമസഭാ യോഗം. കൃഷി, മൃഗസംരക്ഷണം, മത്സ്യബന്ധനം, ക്ഷീരവികസന മേഖലകളിലെ ഉൽപാദന വർധനവ് എന്നിവയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകി 125 കോടി രൂപയുടെ വാർഷിക പദ്ധതികൾക്ക് രൂപം നൽകാൻ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് ഗ്രാമസഭയിൽ തീരുമാനം. ജില്ലാ പഞ്ചായത്ത് 2026-27 വാർഷിക പദ്ധതി രൂപീകരണത്തിന്റെ ഭാഗമായുള്ള ഗ്രാമസഭാ യോഗം ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ ഉദ്ഘാടനം ചെയ്തു. സ്കൂളുകൾ, ആശുപത്രികൾ എന്നിവയുടെ സേവന നിലവാരം മെച്ചപ്പെടുത്താനുള്ള നടപടികൾ സ്വീകരിക്കും. വിവിധ മിഷനുകളുടെ സമയബന്ധിതമായ ആസൂത്രണവും നടത്തിപ്പും ഉറപ്പുവരുത്താനും പ്രകൃതി ദുരന്തങ്ങളുടെ ആഘാതം കുറയ്ക്കാനുമുള്ള നടപടികൾ സ്വീകരിക്കും. സ്ത്രീകൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് ജില്ലയിൽ തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കാനും ഗ്രാമസഭ തീരുമാനിച്ചു. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടിയിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബിനോയ് കുര്യൻ അധ്യക്ഷനായി. വികസന കാഴ്ചപ്പാടുകളുടെ ചർച്ചകൾക്കുള്ള നിർദ്ദേശങ്ങളും ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ ടി ഗംഗാധരൻ മാസ്റ്റർ അവതരിപ്പിച്ചു. സിവിൽ സർവീസ് മീറ്റിൽ യോഗത്തിൽ സ്വർണ്ണ മെഡൽ നേടിയ CV അഖിലേഷ്, PK ദീപേഷ് കുമാർ, AK രതീഷ്, ആനന്ദകൃഷ്ണൻ എന്നിവർക്ക് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ട്രോഫി കൈമാറി. നെല്ല് സംഭരണം സപ്ലൈകോയുടെ ബാധ്യത തീർക്കാൻ 253 കോടി രൂപ അനുവദിച്ചു. നെല്ല് സംഭരണ പദ്ധതി പ്രകാരം സംഭരിക്കുന്ന നെല്ലിന്റെ ഔട്ട് ടേൺ റേഷ്യോ ശതമാനത്തിൽ 68% നിന്നും 64.5% കുറയ്ക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാവാത്തത് മൂലം സപ്ലൈകോക്ക് 2013-20 മുതൽ 2023-22 വരെയുള്ള വർഷങ്ങളിൽ ഉണ്ടായ സാമ്പത്തിക ബാധ്യതയായ 253 കോടി രൂപ സംസ്ഥാന സർക്കാർ അനുവദിക്കുമെന്ന് മന്ത്രിസഭാ യോഗം. 2017 സെപ്റ്റംബറിൽ നെല്ല് സംഭരണം ആരംഭിക്കേണ്ട സമയത്ത് നെല്ല് സംഭരണത്തിൽ കിട്ടുന്ന അരിയുടെ ഔട്ട് ടേൺ റേഷ്യോ കേന്ദ്ര സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള 68% കിട്ടുന്നില്ല എന്ന കാരണത്താൽ മില്ലുടമകൾ യഥാസമയം നെല്ലെടുക്കാൻ വിസമ്മതിച്ചിരുന്നു. ഔട്ട് ടേൺ റേഷ്യോ ഒരു ക്വിന്റലിൽ നെല്ലിന് 68% നിന്നും 64% കേന്ദ്ര സർക്കാർ കുറവ് വരുത്തുന്നത് വരെയുള്ള സാമ്പത്തിക ബാധ്യത സംസ്ഥാന സർക്കാർ വഹിക്കുന്നതാണെന്ന് 2018 ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. മലയോര വികസനം എംപവേർഡ് കമ്മിറ്റി രൂപീകരിക്കും. മലയോര വികസന കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾക്കായി മലയോര വികസന എംപവേർഡ് കമ്മിറ്റി രൂപീകരിക്കും. മുഖ്യമന്ത്രി ചെയർപേഴ്സണും കൃഷിവനം വകുപ്പ് മന്ത്രിമാർ വൈസ് ചെയർപേഴ്സണുമാരും ചീഫ് സെക്രട്ടറി കൺവീനറുമാകും. ആധുനിക സാങ്കേതിക വിദ്യയും ആവാസ വ്യവസ്ഥ പുനഃസ്ഥാപിക്കലും ഉപയോഗിച്ച് മനുഷ്യജീവി സംഘർഷത്തിന് സീറോ കാഷ്വാലിറ്റി നയം നടപ്പാക്കലാണ് കമ്മിറ്റിയുടെ ഒരു ലക്ഷ്യം. പശ്ചിമഘട്ട സമ്പദ് വ്യവസ്ഥയെ ചരക്ക് അധിഷ്ഠിതത്തിൽ നിന്നും മൂല്യവർദ്ധിതത്തിലേക്ക് മാറ്റും. വന്യജീവി ആക്രമണത്തിലൂടെ വിള നഷ്ടപ്പെടുന്ന കർഷകർക്ക് ഇൻഷുറൻസ് പരിരക്ഷ ഏർപ്പെടുത്തും.
പാരിസ്ഥിതിക ചട്ടങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യാതെ മലയോര ഹൈവേ, റോപ്പ് വേ, എയർ സ്ട്രിപ്പ് തുടങ്ങിയ പദ്ധതികൾക്കും തടസ്സങ്ങൾ നീക്കും. പരിസ്ഥിതി സംവേദനക്ഷമതയുള്ള മേഖലകളുടെ അതിരുകൾ അന്തിമമാക്കുകയും വനേതര മുകളിൽ പട്ടയം വിതരണം വേഗത്തിലാക്കുകയും ചെയ്യും. വന്യജീവി സംരക്ഷണ നിയമം ജനാനുകൂല്യമായി നടപ്പാക്കും. ഓരോ 3 മാസത്തിലും കമ്മിറ്റി യോഗങ്ങൾ കൂടും. ബന്ധപ്പെട്ട വകുപ്പുകളിൽ നിന്നും ജില്ലാ കളക്ടർമാരിൽ നിന്നും നേരിട്ട് ലഭിക്കുന്ന പദ്ധതികൾ, വിഷയങ്ങൾ സംബന്ധിച്ച് ചർച്ച ചെയ്യും. നവകേരളം സിറ്റിസൺസ് റെസ്പോൺസ് പ്രോഗ്രാം. സമ്പൂർണ്ണ ഗൃഹ സന്ദർശനം പൂർത്തീകരിച്ച സംസ്ഥാനത്തെ ആദ്യ പഞ്ചായത്തായി മലപ്പട്ടം നവകേരളം സിറ്റിസൺസ് റെസ്പോൺസ് വികസനക്ഷേമ പഠന പരിപാടിയിൽ സമ്പൂർണ്ണ ഗൃഹ സന്ദർശനം പൂർത്തീകരിച്ച സംസ്ഥാനത്തെ ആദ്യ പഞ്ചായത്തായി കണ്ണൂർ ജില്ലയിലെ മലപ്പട്ടം ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടിയിൽ ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ സമ്പൂർണ്ണ ഗൃഹ സന്ദർശന പൂർത്തീകരണ പ്രഖ്യാപനവും കർമ്മസേനാംഗങ്ങൾക്കും പഞ്ചായത്ത് തല സമിതിക്കുള്ള അനുമോദനവും നിർവഹിച്ചു. ജനങ്ങളെ കേൾക്കുന്നതിനും ഭാവി പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതിനും വേണ്ടി സംസ്ഥാന സർക്കാർ നടപ്പാക്കിയ പദ്ധതി 1 മാസം കൊണ്ട് പൂർത്തീകരിച്ച ഗ്രാമപഞ്ചായത്തിലെ കർമ്മസേനാംഗങ്ങളുടെ പ്രവർത്തനം മറ്റു പഞ്ചായത്തുകൾക്കും സംസ്ഥാനത്തിന് ആകെയും അഭിമാനകരമാണെന്ന് കലക്ടർ പറഞ്ഞു. വികസന പ്രവർത്തനങ്ങളും അവയുടെ ആസൂത്രണവും ഒരു തുടർച്ചയാണ് എന്നതാണ് പദ്ധതിയുടെ പൂർത്തീകരണം ചൂണ്ടിക്കാണിക്കുന്നതെന്നും കലക്ടർ പറഞ്ഞു. കർമ്മസേനാംഗങ്ങളെയും പഞ്ചായത്ത് തല സമിതിയെയും ചടങ്ങിൽ അനുമോദിച്ചു. മലപ്പട്ടം ഗ്രാമപഞ്ചായത്തിലെ 14 വാർഡുകളിലായി 50 കർമ്മസേനാംഗങ്ങൾ 1 മാസം കൊണ്ടാണ് ലക്ഷ്യം കൈവരിച്ചത്. ഗ്രാമപഞ്ചായത്തിലെ 3790 വീടുകൾ സന്ദർശിച്ചു. പഞ്ചായത്ത് തലത്തിൽ വിവരശേഖരണം ആദ്യം പൂർത്തീകരിച്ചു. 12 അവാർഡ് കോവുന്തലിയാണ്. പഞ്ചായത്ത് തലത്തിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾ, ഹരിത കർമ്മസേനാംഗങ്ങൾ, വനിതാ കൂട്ടായ്മകൾ ഉൾപ്പെടെയുള്ള ഗ്രൂപ്പുകളിൽ പൊതുകൂട്ടായ്മകൾ സംഘടിപ്പിക്കുകയും അവയിൽ നിന്നുമുള്ള പൊതുവിവരശേഖരണം നടത്തുകയും ചെയ്തു. മലപ്പട്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ലക്ഷ്മണൻ അധ്യക്ഷനായി. ഇരിക്കൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടി സുലേഖ മുഖ്യ അതിഥിയായി. തലശ്ശേരി മണ്ഡലത്തിലെ 4 റോഡുകൾ നാടിന് സമർപ്പിച്ചു. തലശ്ശേരി നിയോജക മണ്ഡലത്തിലെ നവീകരിച്ച കക്കറ-കൂരാറ റോഡ്, മാക്കുഞ്ഞി പൊഞ്ഞിപ്പാലം ബൈപ്പാസ് റോഡ്, റെയിൽവേ മേൽപ്പാലം അപ്രോച്ച് റോഡ്, എരഞ്ഞോളിപ്പാലം കുഴുപ്പങ്ങാട് റെയിൽവേ സ്റ്റേഷൻ റോഡുകളുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി നിർവഹിച്ചു. ചുണ്ടങ്ങാപ്പൊയിൽ രണദാർ ഗ്രൗണ്ടിൽ നടന്ന ചടങ്ങിൽ പൊതുമരാമത്ത് വിനോദസഞ്ചാര വകുപ്പ് മന്ത്രി പി മുഹമ്മദ് റിയാസ് അധ്യക്ഷനായി. നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് എൻ ഷംസീർ മുഖ്യാതിഥിയായി. നബാർഡ് വഴി നടപ്പിലാക്കിയ പദ്ധതി 5 കോടി രൂപ വിനിയോഗിച്ചാണ് പൂർത്തീകരിച്ചത്. മാക്കുനി പൊഞ്ഞിപ്പാലം ബൈപ്പാസ് റോഡിൽ കരിയേജ് വേ ലെയറുകളുടെ ഉപയോഗിച്ച വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിനിടെ ഡ്രൈനേജ് നിർമ്മിച്ചു. എരഞ്ഞോളിപ്പാലത്തിൽ നിന്നും റെയിൽവേ സ്റ്റേഷൻ വരെ ബന്ധിപ്പിക്കുന്ന പ്രധാനപ്പെട്ട റോഡിൽ ലെയറുകൾ ഉപയോഗിച്ചു. വീതി കുറഞ്ഞ ഭാഗത്ത് ഇന്റർലോക്ക് ഇട്ടു. ഡ്രൈനേജ് മുകളിൽ വണ്ടി കയറാൻ പാകത്തിൽ സ്ലാബ് നിർമ്മിച്ചു വീതി കൂട്ടി. കക്കറ-കൂരാറ മാക്കൂട്ട് പീടിയ റോഡിൽ ഉപരിതലം 5.50 മീറ്ററായി ലെയറുകൾ ഉപയോഗിച്ച് അരിക്കുവശത്തുകൂടെ വെള്ളം ഒഴുകി പോകുന്നതിനായി ബോർഡർ സ്ട്രീം നടത്തി ബലപ്പെടുത്തുകയും ചെയ്തു. തലശ്ശേരി ബസ് സ്റ്റാൻഡിനെയും റെയിൽവേ സ്റ്റേഷനെയും ആശുപത്രിയും ബന്ധിപ്പിക്കുന്ന സംഗമം ജംഗ്ഷനിൽ നിന്നും റെയിൽവേ മേൽപ്പാലം അപ്രോച്ച് റോഡിലേക്കുള്ള ഭാഗം ഇന്റർലോക്ക് ആക്കി. ഇതോടൊപ്പം കാൽനട യാത്രക്കാർക്ക് കൈവരിയോടെ കൂടിയ നടപ്പാതയും പ്രവൃത്തികൾ ഉൾപ്പെടുത്തി. കണ്ണൂർ റോഡ്സ് വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സുനിൽ കൊയിലേരിയിൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു. കതിരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഉസ്സുജിയ, വൈസ് പ്രസിഡന്റ് കെ പവിത്രൻ, പാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വി കരുണൻ, പഞ്ചായത്ത് അംഗം എ സജീഷ്, രാഷ്ട്രീയ പ്രതിനിധികളായ പ്രേമരാജൻ മാസ്റ്റർ, കെ ദിബിൻ, ബഷീർ ചെറിയണ്ടി, പൊന്നിയൻ ചന്ദ്രൻ, സത്യലാൽ എന്നിവർ പങ്കെടുത്തു. കുട്ടി ഗവേഷക സംഗമത്തിന് സമാപനം. പൊതുവിദ്യാഭ്യാസ വകുപ്പ്, സമഗ്ര ശിക്ഷ കേരളം, കുസാറ്റ് എന്നിവ സംയുക്തമായി സംഘടിപ്പിച്ച ജില്ലാതല കുട്ടി ഗവേഷക സംഗമം കുട്ടിസ്ലാം സമാപിച്ചു. കണ്ണൂർ സർവകലാശാല മാങ്ങാട്ടുപറമ്പിൽ ക്യാമ്പസിൽ നടന്ന പരിപാടിയിൽ 30 പ്രൊജക്ടുകളാണ് കുട്ടികൾ അവതരിപ്പിച്ചത്. ഓരോ അവതരണത്തിനും ശേഷമുള്ള തുറന്ന സംവാദവും ഏറെ ശ്രദ്ധേയമായി. 15 ഉപജില്ലകളിൽ നിന്നുമുള്ള 400 കുട്ടികളും 70 അധ്യാപകരും ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഗവേഷകരും വിദഗ്ധരും ശാസ്ത്രജ്ഞരും പരിപാടിയിൽ പങ്കെടുത്തു. കുട്ടികൾ രൂപകൽപ്പന ചെയ്ത വിവിധ ശാസ്ത്ര സംവിധാനങ്ങളുടെ പ്രദർശനവും അനുബന്ധമായി സംഘടിപ്പിച്ചു. സ്ട്രീം പ്രൊജക്ടിന്റെ സംസ്ഥാനതല അവതരണത്തിനായി പയ്യന്നൂർ BRCയിലെ PM സൂര്യനന്ദ്, KV ധ്യാൻ മുരളി, കണ്ണൂർ സൗത്ത് BRCയിലെ നന്ദിക മാപ്പിള, പുണ്യ തളിപ്പറമ്പ് നോർത്ത് BRCയിലെ ശ്രീബാല ഹരിമാധവ്, കൂത്തുപറമ്പ് BRCയിലെ പാർവണ ചൈത്ര, മാവില ടീമുകൾ തിരഞ്ഞെടുക്കപ്പെട്ടു. പാഠ്യപദ്ധതിയിലൂന്നിയ ഗവേഷണാത്മക പഠനം എന്ന വിഷയത്തിൽ ഇരിട്ടി BRCയിലെ P പ്രസീതയുടെ പ്രബന്ധം മികച്ച സ്ട്രീം അക്കാദമിക് പ്രബന്ധമായി തിരഞ്ഞെടുത്തു. സ്ട്രീം ഫസ്റ്റ് ജില്ലാ തലത്തിലേക്ക് മുഹമ്മദ് സാദ്, അശ്വിൻ ദാസ്, അനുഷ്യേത ബാബു, AC കൃഷ്ണപ്രിയ, EK സായ് കൃഷ്ണ, A അബരീഷ് നാഥ് ടീമുകൾ തിരഞ്ഞെടുക്കപ്പെട്ടു. കുട്ടി സ്ലാം സമാപന സമ്മേളനം സംസ്ഥാന പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ B ഷാജി ഉദ്ഘാടനം ചെയ്തു.
സ്വകാര്യ ബസ്സിൽ ലൈംഗികാതിക്രമം നടത്തിയെന്നാരോപിച്ച സോഷ്യൽ മീഡിയയിലൂടെ വീഡിയോ പ്രചരിപ്പിച്ചതിനെ തുടർന്ന് യുവാവ് ആത്മഹത്യ ചെയ്ത കേസിൽ പ്രതി ഷിംജിത മുസ്തഫയ്ക്ക് ജാമ്യം. കോഴിക്കോട് പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ഉപാധികളോടെ ജാമ്യം അനുവദിച്ചത്. 22 ദിവസമായി മഞ്ചേരി സബ് ജയിലിൽ റിമാൻഡിൽ കഴിയുകയായിരുന്നു ഷിംജിത. 9,000 രൂപയുടെ ബോണ്ടും മാസത്തിൽ 2 തവണ അന്വേഷണ ഉദ്യോഗസ്ഥനു മുന്നിൽ ഹാജരാകണമെന്നതുമാണ് പ്രധാന ജാമ്യ വ്യവസ്ഥകൾ. ഷിംജിതയുടെ ലാപ്ടോപ്പ്, മൊബൈൽ ഫോൺ എന്നിവയുടെ ഫോറൻസിക് പരിശോധന ഫലം വരുന്നതുവരെ ജാമ്യം അനുവദിക്കരുതെന്ന് പ്രോസിക്യൂഷൻ ശക്തമായി വാദിച്ചെങ്കിലും ഇത്രയും കാലം ജയിലിൽ കഴിയുന്ന സാഹചര്യത്തിൽ ഇനിയും കസ്റ്റഡി ആവശ്യമില്ലെന്ന പ്രതിഭാഗം വാദം കോടതി അംഗീകരിക്കുകയായിരുന്നു. ജനുവരി 16 പയ്യന്നൂരിലുണ്ടായ ബസ് യാത്രക്കിടയിലായിരുന്നു കേസിനാസ്പദമായ സംഭവം. ദീപകിനെതിരെ ലൈംഗികാതിക്രമം നടത്തിയെന്ന് ആരോപിച്ച് ഷിംജിത ദൃശ്യങ്ങൾ പകർത്തി ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ചിരുന്നു. വീഡിയോ വൈറലായതോടെ വലിയ തോതിലുള്ള സൈബർ ആക്രമണമാണ് ദീപകിനെതിരെ നടന്നത്. ഇതിൽ മനംനൊന്ത് കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശിയായ ദീപക് വീട്ടിൽ ആത്മഹത്യ ചെയ്യുകയായിരുന്നു. ഷിംജിത പങ്കുവച്ച ദൃശ്യങ്ങൾ എഡിറ്റ് ചെയ്തതാണെന്ന് പോലീസ് നേരത്തെ കണ്ടെത്തിയിരുന്നു. ദീപകിന്റെ കുടുംബം നൽകിയ പരാതിയിൽ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയാണ് മെഡിക്കൽ കോളേജ് പോലീസ് ഷിംജിതയെ അറസ്റ്റ് ചെയ്തത്. ഹാപ്പിനെസ് ഫിലിം ഫെസ്റ്റ് ഡെഡിക്കേറ്റ് രജിസ്ട്രേഷൻ ആരംഭിച്ചു. കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ഫെബ്രുവരി 21 മുതൽ 23 വരെ തളിപ്പറമ്പിൽ സംഘടിപ്പിക്കുന്ന ഹാപ്പിനെസ് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൻ്റെ ഡെഡിക്കേറ്റ് രജിസ്ട്രേഷൻ ആരംഭിച്ചു. GST ഉൾപ്പെടെ പൊതുവിഭാഗത്തിന് 354 രൂപയും വിദ്യാർത്ഥികൾക്ക് 177 രൂപയാണ് ഡെഡിക്കേറ്റ് ഫീസ്. വെബ്സൈറ്റിൽ ഡെഡിക്കേറ്റ് രജിസ്ട്രേഷൻ നടത്താം. ഓഫ്ലൈൻ രജിസ്ട്രേഷന് ഹാപ്പിനെസ് സ്ക്വയറിലെ സംഘാടക സമിതി ഓഫീസിൽ ബന്ധപ്പെടണം. ക്ലാസിക്കോ, ആദിങ്കൽ, പാരഡൈസ് എന്നീ 3 തിയേറ്ററുകളായി നടക്കുന്ന മേളയിൽ 34 സിനിമകൾ പ്രദർശിപ്പിക്കും. ഇക്കഴിഞ്ഞ ഡിസംബറിൽ തിരുവനന്തപുരത്ത് നടന്ന 30ാമത് IFFKയുടെ ലോക സിനിമ, ഇന്ത്യൻ സിനിമ, മലയാളം സിനിമ ഫെസ്റ്റിവൽ ഫേവറേറ്റ്സ്, ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ്, ഫീമെയിൽ ഫോക്കസ്, പലസ്തീൻ പാക്കേജ് എന്നീ വിഭാഗങ്ങളിൽ നിന്ന് തിരഞ്ഞെടുത്ത ചിത്രങ്ങളാണ് പ്രദർശിപ്പിക്കുക. IFFKയിൽ പ്രേക്ഷക പ്രീതി നേടിയ ജാഫർ ഫനാഹിയുടെ ഇറ്റ് വാസ് ജസ്റ്റ് ആൻഡ് എക്സലൻറ്റ്, സിറാത്ത് DJ അർഹമായ അഹമ്മദ് തുടങ്ങിയ ചിത്രങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മേളയോടനുബന്ധിച്ച് ഓപ്പൺ ഫോറം, എക്സിബിഷൻ, കലാസാംസ്കാരിക പരിപാടികൾ എന്നിവയും ഉണ്ടായിരിക്കും. കക്കാട് കടലാക്കി ചെക്കിച്ചിറ തോട് സംരക്ഷണ ഭിത്തി ഉദ്ഘാടനം ചെയ്തു. കക്കാട് കടലാക്കി ചെക്കിച്ചിറ തോട് സംരക്ഷണ ഭിത്തി, ഡ്രൈനേജ് കവറിംഗ് സ്ലാബ്, നടപ്പാത എന്നിവയുടെ ഉദ്ഘാടനം KV സുമേഷ് MLA നിർവഹിച്ചു. MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 26 ലക്ഷം രൂപ ചെലവഴിച്ചാണ് നിർമ്മാണം. പ്രദേശവാസികൾ നേരിടുന്ന യാത്രാ സൗകര്യക്കുറവും മഴക്കാലത്ത് വീടുകളിലേക്ക് വെള്ളം കയറുന്ന പ്രശ്നവും ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് MLA സ്ഥലം സന്ദർശിച്ചിരുന്നു. നാട്ടുകാരുമായി സംസാരിച്ച് പ്രശ്നം മനസ്സിലാക്കിയ ശേഷം നിലവിലെ തോടിന് മുകളിൽ നടപ്പാത നിർമ്മിക്കാമെന്ന് ഉറപ്പ് നൽകിയിരുന്നു. കൗൺസിലർ സബീർ കുഞ്ഞപ്പള്ളി അധ്യക്ഷനായി, MV സഹദേവൻ, SM ഷക്കീൽ, പ്രദേശവാസികൾ തുടങ്ങിയവർ സംസാരിച്ചു. പള്ളിക്കുന്ന് ജയ് ജവാൻ റോഡ് ഉദ്ഘാടനം ചെയ്തു. പള്ളിക്കുന്ന് ജവാൻ റോഡ് KV സുമേഷ് MLA ഉദ്ഘാടനം ചെയ്തു. വാർഡ് കൗൺസിലർ ദീപ്തി വിനോദ് അധ്യക്ഷയായി. MLA ആസ്തി വികസന ഫണ്ടിൽ നിന്നും 20 ലക്ഷം രൂപ ചെലവിലാണ് റോഡ് നിർമ്മിച്ചത്. നേരത്തെ റോഡിൻ്റെ ദുരവസ്ഥയെക്കുറിച്ച് പ്രദേശവാസികൾ റെസിഡൻസ് അസോസിയേഷൻ MLAക്ക് നിവേദനം നൽകിയിരുന്നു. ഇതിനെ തുടർന്ന് MLAയുടെ നിർദ്ദേശപ്രകാരമാണ് എഞ്ചിനീയർ വിഭാഗത്തോട് എസ്റ്റിമേറ്റ് തയ്യാറാക്കാൻ ആവശ്യപ്പെടുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുകയും ചെയ്തു. പരിപാടിയിൽ K രാമേന്ദ്രൻ, TK ബൽറാം, PP വേലായുധൻ, മുൻ കൗൺസിലർ K കുഞ്ഞമ്പു, PK ജയകിഷൻ, TK സുരേഷ്, ജയനാരായണൻ, രവി നാരായണൻ, KC ശ്രീജിത്ത് എന്നിവർ സംസാരിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള പുതുക്കിയ അന്തിമ വോട്ടർ പട്ടിക ഈ മാസം 21 പ്രസിദ്ധീകരിക്കും. വോട്ടർ പട്ടിക പുതുക്കലിൻ്റെ ഭാഗമായി സംസ്ഥാനത്തെ 62 നിയമസഭാ മണ്ഡലങ്ങളിൽ നോട്ടീസ് നൽകിയ മുഴുവൻ പേരുടെയും ഹിയറിംഗ് നടപടികൾ പൂർത്തിയായി കൊണ്ടിരിക്കുന്നത് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ കേൽക്കർ അറിയിച്ചു. അർഹതയുള്ള ഒരാൾ പോലും പട്ടികയിൽ നിന്ന് പുറത്ത് ആകില്ലെന്ന് ഉറപ്പ് വരുത്താൻ കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഹിയറിംഗ് നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കിയതിൽ തിരുവനന്തപുരം, എറണാകുളം ജില്ലകളാണ് മുന്നിൽ. ഇരു ജില്ലകളിലും 14 മണ്ഡലങ്ങളിൽ വീതം ഹിയറിംഗ് പൂർത്തിയായി. പാലക്കാട് 10 മണ്ഡലങ്ങളിലും ആലപ്പുഴ 9 മണ്ഡലങ്ങളിലും നടപടികൾ പൂർത്തിയായിട്ടുണ്ട്. ഡിസംബർ 23 ആരംഭിച്ച ഹിയറിംഗ് ഈ മാസം 14
പൂർത്തിയാകുക. സംസ്ഥാനത്തെ വോട്ടർ പട്ടിക സമഗ്രമായി പരിഷ്കരിക്കുന്നതിൻ്റെ അവസാന ഘട്ടത്തിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. 21 പട്ടിക പുറത്തു വരുന്നതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ ഇവിടെ സമാപിക്കുന്നു. വീണ്ടും നാളെ കാണാം. നന്ദി, നമസ്കാരം.